അതാണ് ഈ പണം മുക്കിയെന്ന് കേട്ടിട്ടുണ്ട്. ഈ ആപ്പോടെ മുക്കി എന്നുള്ളത് നമുക്ക് ഒട്ടും മനസ്സിലാക്കാൻ പറ്റുന്നില്ല കുട്ടൻ. അതായത് ഒരു മനുഷ്യനും ഇതിനകത്ത് കയറി പരിശോധിക്കരുത്, പരിശോധിച്ചു കഴിഞ്ഞാൽ അവർക്ക് ആർക്കും ഒരു വിവരവും ലഭ്യമാകരുത്. അതുകൊണ്ട് എന്നതുകൊണ്ടാണോ ആപ്പടക്കം മുക്കിയിരിക്കുന്നത്? ചോദിച്ചാൽ ഇനി സാങ്കേതിക തകരാറാണെന്ന് പറഞ്ഞ് ഒഴിയാനുള്ള സാധ്യതയുണ്ടോ കുട്ടൻ? സ്വാഭാവികമായും സാങ്കേതിക തകരാറെന്നൊക്കെ പറയും. പക്ഷെ മനു പറഞ്ഞതുപോലെ തന്നെ ഇത് കേരളീയ സമൂഹത്തിന് മുന്നിൽ വലിയൊരു ചോദ്യമാണ്. ഈ ആപ്പടക്കം മുക്കി എന്നുള്ളതാണ്. അത് എങ്ങനെ സംഭവിച്ചെന്ന് നമുക്ക് അറിയില്ല. അത് കോൺഗ്രസ് നേതാക്കളാണ് വ്യക്തമാക്കേണ്ടത്. പക്ഷേ ഇതിനകത്ത് കൃത്യ ഒരു ദുരൂഹതയുണ്ട്, ഒരു സംതിങ് റോങ് എന്ന് നമുക്ക് പറയാൻ വേണ്ടി സാധിക്കും. കാരണം ഇതിനകത്ത് എല്ലാം സുതാര്യമാണ്. അതുകൊണ്ടാണ് ആപ്പ് വഴി ഫണ്ട് പിരിക്കുന്നത് എന്നുള്ളതാണ്. ഈ ആപ്പ് വഴി പിരിക്കാൻ കാരണമായിട്ട് തന്നെ കോൺഗ്രസ് നേതാക്കൾ പറഞ്ഞ് നമുക്കറിയാം. മറ്റു രീതിയിൽ ഫണ്ട് പിരിക്കുമ്പോൾ കോൺഗ്രസിന്റെ ഫണ്ട് വിനിയോഗം എങ്ങനെയാണെന്ന് കേരളം ഒരുപാട് ഘട്ടത്തിൽ കണ്ടതാണ്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ യൂത്ത് കോൺഗ്രസിന്റെ ഫണ്ട് പിരി പോലും ഏത് രീതിയിൽ എത്തി നിൽക്കുന്നു എന്നുള്ളത് നമ്മുടെയൊക്കെ മുന്നിൽ വലിയ അനുഭവമായിട്ടുണ്ട്. അപ്പൊ അതിൽ നിന്നൊക്കെ ഒരു വ്യത്യസ്തത വേണം എന്നുള്ളത് കൊണ്ടാണ് ആപ്പ് വഴി ഇത്തരത്തിൽ ഫണ്ട് ശേഖരിച്ചത്. കഴിഞ്ഞ ദിവസം പോലും കോൺഗ്രസിന്റെ വ്യത്യസ്തത വന്നിട്ടുണ്ട് കേട്ടോ. ഒരുപക്ഷെ രാജ്യത്ത് ആദ്യമായിട്ടായിരിക്കാം ആപ്പടക്കം മുക്കുന്നത്. അതെ അതെ അതെ. കാരണം മനു, നമ്മൾ കഴിഞ്ഞ ദിവസം കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട നേതാക്കളോട് ഈ ആപ്പ് മുക്കുന്ന കാര്യം അന്നേരം നമുക്ക് അറിയുന്നുണ്ടായിരുന്നില്ല. ഈ ഫണ്ടുമായി ബന്ധപ്പെട്ട് നമ്മൾ ചോദിച്ചപ്പോൾ അപ്പോഴാണ് ഈ 3,14,00,000 രൂപ ആപ്പ് വഴി പിരിച്ചിട്ടുണ്ട്. അത് സുതാര്യമാക്കുന്നതിന് വേണ്ടിയാണ്, അതായത് മറ്റൊരു തരത്തിലുള്ള ഇടപാടുകളോ ക്രമക്കേടുകളോ നടക്കാതിരിക്കുന്നതിന് വേണ്ടിയാണ് ഇത്തരത്തിൽ ആപ്പ് വഴി ഫണ്ട് പിരിച്ചത് എന്നാണ് കോൺഗ്രസ് നേതാക്കൾ നമ്മോട് പറഞ്ഞത്.